വെൽക്കം ബാക്ക് ഗൈസ്. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ കണ്ടു തീർത്ത ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസിനെ കുറിച്ചാണ്. ദ ബ്രദേഴ്സ് സൺ. ഈ ആക്ഷൻ അതുപോലെ ഡാർക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സീരീസാണ് ദ ബ്രദേഴ്സ് സൺ. ആക്ഷനൊക്കെ നല്ല അടിപൊളി ആക്ഷൻസ് ആണുള്ളത്. നമ്മൾ ജോൺ വിക്കൊക്കെ കണ്ടിട്ടില്ല, അതുപോലത്തെ ഫൈറ്റ്സാണ് മെയിനായിട്ടുള്ളത്. ലോങ് ഷോർട്ടായിട്ടുള്ള ഫൈറ്റുകൾ, അതുപോലെ എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് സീൻസൊക്കെ ഉള്ള, അതുപോലെ നല്ല ചിരിക്കാനൊക്കെ പറ്റുന്ന കുറേ കോമഡീസൊക്കെ ഉള്ള ഒരു സീരീസാണ്. ഇത് വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു സീരീസ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു സീസണിൽ 8 എപ്പിസോഡിൽ ഏകദേശം കഥയൊക്കെ കൺക്ലൂഡ് ആവുന്ന ഒരു സീരീസാണ്. അധികം ടൈമൊന്നും ഇല്ലാത്തവർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന സീരീസാണ് ഇത്. ഒരു ഇംഗ്ലീഷ് ചൈനീസ് ഒരു സീരീസാണ്. അതായത് 2 ലാംഗ്വേജസിലും പല കോൺവെർസേഷൻസും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇംഗ്ലീഷാണ്, പക്ഷെ ഇടയ്ക്ക് ചൈനീസ് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് സബ് ടൈറ്റിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മെയിനായിട്ട് കഥ നടക്കുന്നത് US-ലാണ്. ബേസ്ഡ് ഓൺ എ തായ്വാൻ ഗാങ്സ്റ്റേഴ്സ് ഫൈറ്റ്. കഥ ഞാൻ അധികം പറയുന്നില്ല. അതായത് കഥയൊക്കെ യൂഷ്വലാണ്, പക്ഷെ ഇതിൻ്റെ മേക്കിങ്ങും അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ അടിപൊളിയാണ്. മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ടായ്ചെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ആക്ടറാണ്. ആൻഡ് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പേര് ചാൾസ് എന്നാണ്. അങ്ങനെ ഒരു ഗാങ്സ്റ്റർ ഫാമിലി, അവരെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ, പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു നല്ലൊരു സീരീസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സീരീസാണ്. അധികം ബോറടിപ്പിക്കാതെ തന്നെ കഥ മുന്നോട്ട് പോകും. അതുപോലെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ താല്പര്യമുള്ളവർ സാധാരണ നെറ്റ്ഫ്ലിക്സിലുണ്ട്. പേര് ദ ബ്രദേഴ്സ് സൺ. കണ്ടു നോക്കൂ.